ഇല്ല, വല്ലാഹി ഇവർ മുസ്ലിം അല്ല. അവർ നിസ്കരിക്കും, ഇതാ സല്ല വസാമ വസക്ക, നിസ്കരിച്ചാലും ശരി, നോമ്പുവറ്റാലും ശരി, സക്കാത്ത് കൊടുത്താലും ശരി, വക്കത്ത് വിട്ട് ഹജ്ജ് ചെയ്താലും ശരി, ഇവർ ഷഹാദത്ത് ബാത്തിലാക്കിയവരാണ്. ഇവരെ മുസ്ലിമായിട്ട് പരിഗണിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മഹല്ല് പള്ളികളിൽ കയറി അവിടുത്തെ ഇമാമിനെ തുറന്ന് നിസ്കരിക്കാൻ പറ്റുകയില്ല, തീർച്ചയായിട്ടും പറ്റുകയില്ല. അവർ ശിയാക്കളാണ്. കുത്തുബത്ത് കഴിക്കുന്ന പള്ളി വല്ലാഹി അമ്പലമാണ്, അതിന് പള്ളി എന്ന് പറയില്ല. അമ്പലത്തിൽ കയറിയിട്ട് നിസ്കരിക്കുന്നത് തുല്യമാണ് കുത്തുബത്ത് കഴിക്കുന്ന പള്ളി കയറിയിട്ട് നിസ്കരിക്കുന്നത്. അമ്പലത്തിലെ സാമിനെ തുറന്ന് നിസ്കരിക്കുന്നത് തുല്യമാണ് കുത്തുബത്ത് കഴിക്കുന്ന ഉസ്താദിനെ തുറന്ന് നിസ്കരിക്കുന്നത്. അപ്പോ ഉസ്താദുമാര്, പള്ളിയിലെ ഉസ്താദുമാർ അവരൊക്കെ സ്വാമിമാരാണ്. പള്ളികളോ അത് അമ്പലങ്ങളുമാണ് എന്ന് മലയാളത്തിൽ പച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് മുജാഹിദ് പ്രസ്ഥാനം. മുജാഹിദുകൾ കേരളത്തിന് സമ്മാനിച്ച ഏറ്റവും വലിയ സമ്മാനം ഇതാണ്: മുസ്ലിമീങ്ങളെ കാഫിറാക്കുക, മുശ്രിക്കാക്കുക. അങ്ങനെ മുസ്ലിമീങ്ങളെ കാഫിറാക്കി ഒരുപാട് ഭാഗങ്ങൾ ഉണ്ട് പറയാനുണ്ട്, ഞാനിപ്പോ അതിൽ കിടക്കുന്നില്ല. അങ്ങനെ കാഫിറാക്കി മുശ്രിക്കാക്കിയപ്പോ അല്ലാഹു തആല തന്നെ അതിനവർക്ക് തക്ക പ്രതിഫലം നൽകി. എന്താണത്? അവരെ മുജാഹിദ് പ്രസ്ഥാനം തന്നെ പരസ്പരം അങ്ങുമിങ്ങും തൗഹീദിന്റെ പേരിൽ ശിർക്ക് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മുശ്രിക്കാക്കാൻ തുടങ്ങി. മുജാഹിദ് ബാലുശ്ശേരി തന്നെ വിലപിക്കുന്നത് നിങ്ങൾ കേട്ടോളൂ. അദ്ദേഹത്തെ കുറിച്ച് മുജാഹിദിന്റെ കേന്നം ഗ്രൂപ്പുകാര് ഇവൻ മുശ്രിക്കാണ് എന്ന് പറഞ്ഞു. അത് കേട്ട അയാൾ വിലപിക്കുന്നത് ഒന്ന് വെച്ചുകൊടുത്ത അയാളെന്ന് പറയട്ടെ. ആക്ഷേപങ്ങളുടെ ലോകത്ത് ജീവിക്കുന്നവരെ, മുശ്രിക്ക് എന്ന വിളി ആവർത്തിച്ചു കേൾക്കുന്നവരെ, കേരള നേതൃത്വത്തിൽ മുജാഹിദിൻ കെട്ടയിച്ചു വിട്ട റമദാനിന്റെ പരിശുദ്ധത ഉൾക്കൊള്ളാത്ത ആളുകളെ നിങ്ങൾ വിളിക്കുന്ന ഞങ്ങളെ മുശ്രിക്കുകളെന്നും ശിർക്കിന്റെ അംശം മനസ്സിലെടുത്ത് വെച്ചു പുലർത്താത്ത ഞങ്ങളെ ആവർത്തിച്ചു വിളിക്കുന്ന നിങ്ങൾ ശിർക്കിന്റെ പ്രചാരകനെന്ന് മരിച്ചു മണ്ണോട് മണ്ണ് ചേർന്ന അബ്ദുൽ ജബ്ബാർ മൗലവി നിങ്ങൾ വിളിച്ചു, സക്കറിയ സ്വലായി നിങ്ങൾ വിളിച്ചു, പാവം ഫൈസൽ മൗലവി നിങ്ങൾ വിളിച്ചു. വിഷമമില്ല ഞങ്ങൾക്ക്. ഞങ്ങൾക്കറിയാം റബ്ബേ ശിർക്കിന്റെ അംശവും ഞങ്ങളുടെ മനസ്സിൽ പേറുന്നില്ലെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്കും അറിയാം. ഞങ്ങളെ സുന്നികളായ ഞങ്ങളാരും ശിർക്കിന്റെ അംശം പേരുന്നില്ല. ഞങ്ങൾ ശുദ്ധ തൗഹീദുകാരാണ്. പക്ഷെ മുജാഹിദുകൾ ഞങ്ങളെ മുഖത്ത് നോക്കി പറയുന്നത് എന്താ? നിങ്ങൾ സ്വാമിമാരാണ്, നിങ്ങൾ മുശ്രിക്കുകളാണ്, നിങ്ങളെ പള്ളികൾ അമ്പലങ്ങളാകുന്നു എന്ന. നിങ്ങൾ ചിന്തിക്കണം. ഇതാണിവിടെ വാളെടുത്തവൻ വാളാൽ എന്ന് പറഞ്ഞതുപോലെ ശിർക്ക് പേര് പറഞ്ഞ്, ശിർക്കിന്റെ പേര് പറഞ്ഞ് മുസ്ലിമീങ്ങളെ കാഫിറും മുശ്രിക്കുമാക്കിയ മുജാഹിദുകൾക്ക് കാലം തിരിച്ചടി നൽകുകയാണ്. നോക്കൂ നിങ്ങൾ. ഇനി ഇദ്ദേഹം തന്നെ ആ പുതിയ ഗ്രൂപ്പുകൾ നോക്കുക. അദ്ദേഹത്തിന്റെ കേന്നമുകാർ അയാളെ സലാം പറഞ്ഞാൽ മടക്കണില്ല, കാഫിറാക്കുകയാണ്. അദ്ദേഹം തന്നെ വിരമിക്കുന്നു എന്ന് കേട്ടോളൂ നിങ്ങൾ. മുജാഹിദ് ബാലുശ്ശേരി തന്നെ പറയുന്നത്. ഞാനിപ്പോ കഴിഞ്ഞ ദിവസം പ്രിയപ്പെട്ടവർ, എനിക്ക് 2 ഞെട്ടലുകൾ ഉണ്ടായി. എന്റെ ഫോണിൽ കിടക്കേണ്ട ആ വോയിസ് ഞാൻ പലതവണ സലാം പറഞ്ഞിട്ട് ഈ കേന്നന്മാരെ സലാം മടക്കണില്ല. സലാം മടക്കാതിരുന്നപ്പോ അവനെനിക്കൊരു വോയിസ് അയച്ചു. ആ വോയിസ് എന്താ പറയുന്നത്? ഞാൻ അബൂജഹലിനെ പോലെ മുശ്രിക്കാണ്, അതുകൊണ്ടാണ് സലാം മടക്കാത്തത്. കേന്നന്മാരനാട്ടോ പറയണത്, സുന്നിയല്ല, സമസ്തക്കാരൊന്നല്ല, സുന്നികളല്ല, കേന്നമുകാർ എന്നല്ല മുജാഹിദിന്റെ മറു ഗ്രൂപ്പുകാർ. ഈ മൗലവിമാരെ കുറിച്ച് പറയാ അബൂജഹലിനെ പോലെ മുശ്രിക്കാകുന്നു. എങ്ങനെയുണ്ട്? പണ്ട് സുന്നികളെ മുശ്രിക്കാക്കാൻ ഇവർ ഒന്നിച്ച് മത്സരിക്കുകയായിരുന്നു. ഇപ്പൊ അവര് തന്നെ പരസ്പരം പറയുന്നു മുജാഹിദിന്റെ ഈ ഗ്രൂപ്പുകാര് KNMകാരെ പോലെ മുശ്രിക്കാകുന്നു. കേട്ടോളൂ, ശ്രദ്ധിച്ചോളാം. ഞാൻ ആരാണ്? അബൂജഹലിനെ പോലെ മുശ്രിക്കാണ്. ഇത് ഇവിടുത്തെ അമ്പലത്തിന്റെ ഉള്ളിൽ കയറി ചെന്നിട്ട് ആ പാവപ്പെട്ട ജനങ്ങളെ പച്ച തൗഹീദിലേക്ക് ക്ഷണിച്ച എന്റെ മുഖത്ത് നോക്കി ഈ KNMകാരൻ പറയാണ് എന്ത്? ഞാൻ അബൂജഹലിന്റെ ശിർക്കിലാണ്, അതുകൊണ്ട് തന്നെ നിന്നോട് സലാം മടക്കാൻ പറ്റൂല. ആലോചിച്ച് നോക്ക്. ഇതാണ് കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ. ഈ ആഴ്ചയിലാണ് ഈ വിശ്വാസത്തിലേക്ക് എത്തിയിട്ടോ. അതോട് പറഞ്ഞുതരാം. കുറച്ച് ദിവസമായിട്ട് ഇതിലേക്ക് പിടുത്തം വിട്ടിരിക്കുകയാണ്, എല്ലാ അർത്ഥത്തിലും പിടുത്തം വിട്ടിരിക്കുകയാണ്. അത് കേട്ട് സാക്ഷ്യം വഹിച്ച ഒരാൾ ഈ സദസ്സിലുണ്ട്. എന്റെ ഈ വോയിസ് കേട്ട് സാക്ഷ്യം വഹിച്ച ഒരാൾ ഈ സദസ്സിൽ. അപ്പൊ എങ്ങനെയുണ്ട്? മുസ്ലിമീങ്ങളെ മുശ്രിക്കും കാഫിറുമാക്കിയ ആളുകൾക്ക് കാലം നൽകുന്ന തിരിച്ചടിയാണത്. അവര് മുശ്രിക്കാണ്, കാഫിറാണ് എന്ന് മുജാഹിദിന്റെ മറു ഗ്രൂപ്പ് പറയുന്നു. അവരെ കുറിച്ച് മറ്റേ ഗ്രൂപ്പ് പറയുന്നത് നിങ്ങൾ 2 ഗ്രൂപ്പുകാരും മുശ്രിക്ക് കാഫിറാണ്, ഞങ്ങൾ മാത്രമേ തൗഹീദിന്റെ ആളുകളുള്ളൂ.
അവരെ കുറിച്ച് മറ്റേ രണ്ട് ഗ്രൂപ്പുകാർ പറയുന്നത് ഞങ്ങളല്ല മുശ്രിക്ക്, നിങ്ങൾ രണ്ട് ഗ്രൂപ്പുമാണ് മുശ്രിക്ക്. പരസ്പരം ശിർക്കും കുഫറും പറഞ്ഞ് ആരോപണം നടത്തി, പ്രത്യാരോപണം നടത്തി മുശ്രിക്കും കാഫറുമാക്കുന്ന പ്രവണതയാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഓർക്കണം, സുന്നികളായ മുസ്ലിമീങ്ങളായ നമ്മളൊക്കെ മുശ്രിക്കും കാഫറുമാണ് എന്ന് പ്രചണ്ഡമായ വിധത്തിൽ പ്രചാരണം നടത്തിയ മുജാഹിദുകൾ ഇപ്പൊ അവര് തമ്മിൽ തന്നെ മുശ്രിക്കുകളാണ്, കാഫറുകളാണ്, നിങ്ങൾ മുശ്രിക്ക്, നിങ്ങൾ മുശ്രിക്ക്, അങ്ങോട്ടും ഇങ്ങോട്ടും മുശ്രിക്കും കാഫറുമാക്കിയ ദുരന്തമാണ് നമ്മൾ കാണുന്നത്. കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം വന്ന് ചെയ്ത വലിയ അവരുടെ നേട്ടമെന്ന് അവർക്ക് പറയാവുന്ന മുസ്ലിം കേരളത്തിലേറ്റ ഏറ്റവും വലിയ ദുരന്തമാണ് മുസ്ലിമീങ്ങളെ കാഫറാക്കുക, മുശ്രിക്കാക്കുക എന്നത്. ഇത് പറയുമ്പോ മുജാഹിദ് അപ്പൊ പറയും, സുന്നികളായ നിങ്ങളെ കൂട്ടിലും 2 ഗ്രൂപ്പില്ലേ, 3 ഗ്രൂപ്പില്ലേ, 4 ഗ്രൂപ്പില്ലേ എന്നൊക്കെ പറയും. ഞങ്ങളെ കൂട്ടത്തിലുണ്ട് സുന്നികളിൽ 2-3 ഗ്രൂപ്പുകളുണ്ട്, ഞങ്ങൾക്ക് ആരും അത് നിഷേധിക്കുന്നില്ല. പക്ഷെ ഞങ്ങൾ ഒരാളും മറുഗ്രൂപ്പ് മുഴുവനും കാഫിറാണ്, മുശ്രിക്കാണ്, അവരെ തൊടാൻ പാടില്ല, സലാം പറയാൻ പാടില്ല, തുടരാൻ പാടില്ല, ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ആ ഗ്രൂപ്പുകാര് ഇപ്പുറത്തുള്ള മറ്റേ ഗ്രൂപ്പുകാരെ കുറിച്ച് അവർ കാഫിറാണ്, മുശ്രിക്കാണ് പറഞ്ഞിട്ടില്ല. ശിർക്കും കുഫർ കൊണ്ടും അല്ല കളി. ഞങ്ങൾ സംഘടനാപരമായ ചില നയനിലപാടുകളിലെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത സംഘടനകളാകുന്നു എന്നേ ഉള്ളൂ. ആദർശത്തിന്റെ വിഷയത്തിൽ, സുന്നത്ത് ജമാഅത്ത് എന്ന ആദർശത്തിന്റെ വിഷയത്തിൽ ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടാണ്. നിങ്ങൾ അങ്ങനെയല്ല. മുജാഹിദുകൾ ഈ ഗ്രൂപ്പിനെ സംബന്ധിച്ച് മറു ഗ്രൂപ്പ് കാഫറാണ്, മുശ്രിക്കാണ് എന്നാ പറയുന്നത്. ആ ഗ്രൂപ്പിനെ കുറിച്ച് ഇവരോ നിങ്ങൾ കാഫറാണ്, മുശ്രിക്കാണ് ഇവരും പറയുന്നു. ഈ 2 ഗ്രൂപ്പിനെ കുറിച്ച് മറുഗ്രൂപ്പ് പറയുന്നത് നിങ്ങൾ മുഴുവനും കാഫറും മുശ്രിക്കുമാണ്, അബൂജഹലിനെ പോലെയാകുന്നു. നേരത്തെ കേട്ടില്ലേ? ഇതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം അത് ശരിയാണ്, ഖുർആനാണ്, തൗഹീദാണ് എന്ന് തെറ്റിദ്ധരിച്ച ആരെങ്കിലും ഈ കൂട്ടത്തിൽ അല്ല, ഈ ശബ്ദം ശ്രവിക്കുന്നവരിലുണ്ടെങ്കിൽ, നമ്മുടെ നാടുകളിൽ ഉണ്ടെങ്കിൽ അവരോട് പറയുന്നു, അല്ലേ അല്ല, അത് ഖുർആനല്ല, അത് സുന്നത്തല്ല, അത് ഇസ്ലാമല്ല, അത് ദീനല്ല, അത് കഥയില്ലാത്ത, വിവരമില്ലാത്ത മുജാഹിദ് മൗലവിമാരുടെ ക്ഷീണിച്ച മസ്തിഷ്കത്തിൽ നിന്ന് ഉത്ഭവിച്ച, ദുഷിച്ച, ദ്രവിച്ച ദുർവ്യാഖ്യാനങ്ങൾ മാത്രമാണ്. അള്ളാഹുവിന്റെ ദീനുമായി അതിന് യാതൊരു ബന്ധവുമില്ല എന്ന തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും, ഈ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഉണ്ടായിരിക്കണമേ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇനി ചോദ്യോത്തരങ്ങൾ